നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്താ വിശേഷങ്ങളിൽ ചിലത് അറിയാം. 7th ഡേ അപ്ഡേറ്റ്സിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ വയനാട് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉരുൾപൊട്ടലിൽ കേരളം അതിജീവിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. 300 കടന്ന് മരണസംഖ്യ. ഇനിയും കണ്ടെത്താനുള്ളത് നിരവധി പേരെ. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ജീവൻ മാത്രമാണുള്ളത് എന്ന അവസ്ഥയിൽ കഴിയുന്നതും ഒരുപാട് പേർ. ഈ ദുരന്തത്തിനിടയിൽ വയനാടിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് മലയാളികൾ. അതിനുമിടയിൽ ആരോപണങ്ങളും വാഗ്വാദങ്ങളും ഉണ്ട്. ചിലയിടത്ത് രാഷ്ട്രീയ പഴിചാരല്, വ്യാജ പ്രചാരണം, ടപ്പേന്ന് വഴിഞ്ഞൊഴുകുന്ന പ്രകൃതി സ്നേഹം, ചെയ്യുന്ന സഹായത്തിലും കുറ്റം പറച്ചിലും ചോറിച്ചിലും എന്തൊക്കെയാ. പക്ഷെ അതും നമ്മൾ അതിജീവിക്കണ്ട. ഡൽഹിയിലെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിലെ താഴത്തെ നിലയിൽ മലിനജലം ഇരച്ചു കയറി മലയാളി അടക്കം വിദ്യാർത്ഥികൾ മരിച്ചു. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. ഡൽഹി സർക്കാരിനെയും മുനിസിപ്പൽ കോർപ്പറേഷനെയും രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. കനത്ത മഴയിൽ ഉത്തരാഖണ്ഡിൽ നിരവധി പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈശ്വരാ, മഴന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാവാ. ഹമാസ് സൈനിക മേധാവി ഇസ്മായിൽ ഹനയ്യ കൊല്ലപ്പെട്ടു. ആക്രമണമുണ്ടായത് ഇറാനിൽ പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയപ്പോൾ. നീറ്റ് പരീക്ഷ റദ്ദാക്കേണ്ട ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി. എക്സാം നടത്തിപ്പും അതിനോടനുബന്ധിച്ച നടപടിയും പുനഃക്രമീകരിക്കാൻ ആവശ്യപ്പെട്ട് കോടതി. അപ്പൊ ഒന്നും ചോർന്നില്ലേ? പിന്നാക്ക ഉപജാതികളെയും പ്രത്യേകം തരം തിരിച്ച് സംവരണം നടത്താമെന്ന് സുപ്രീം കോടതിയുടെ മറ്റൊരു സുപ്രധാന വിധി. വേഗം സ്പോർട്സ് പറ, നല്ല മഴ വരുന്നുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഈ ആഴ്ച ഇന്ത്യക്ക് 3 മെഡലുകൾ. മനു ഭാക്കർ വുമൻസ് 10 മീറ്റർ എയർ പിസ്റ്റൾ ഇവന്റിൽ വെങ്കല മെഡൽ നേടി. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ വനിതയായി മനു ഭാക്കർ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീമിലും ഇന്ത്യയുടെ മനു ഭാക്കറും സർബ്ജോത് സിംഗും ചേർന്ന് വെങ്കല മെഡൽ നേടി. മെൻസ് 50 മീറ്റർ റൈഫിൾ 3 പൊസിഷൻസിൽ വെങ്കലം നേടി സ്വപ്നിൽ കുസിലയും. ഇതോടെ ഈ ആഴ്ചയിലെ വാർത്താ വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.